അപ്പൊ നമ്മൾ ഇന്ന് ഹെൽത്തി കുക്കിംഗ് ചെയ്യാൻ പോണത്. ഇവിടെ നിങ്ങൾക്ക് ഈ കൗണ്ടറിന്റെ മുകളിൽ എന്തൊക്കെ കളർ വെജിറ്റബിൾസ് കാണാം? റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പേർപ്പിൾ ഉണ്ട്. ആക്ച്വലി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെയിൻബോന്റെ എല്ലാ കളേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് റെഡ് കിച്ചൺ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യുന്ന വെജിറ്റബിൾ ഓഫ് ഫ്രൂട്ട് ടൊമാറ്റോ ശരിക്കും നമ്മുടെ നാട്ടുകാരനല്ല അല്ലേ. ഇത് ആക്ച്വലി സൗത്ത് അമേരിക്കയിലാണ് ഏറ്റവും ആദ്യം ടൊമാറ്റോസ് കണ്ടുപിടിച്ചത്. പക്ഷെ അന്ന് ടൊമാറ്റോസിന്റെ പേര് ടൊമാറ്റോ എന്നല്ല, വുൾഫ് പീച്ച് എന്നാണ്. വുൾഫ് എന്ന് വെച്ചാൽ പോയ്സണസ് പീച്ച്. ഈ ടൊമാറ്റോ പോയ്സണസ് ആയാൽ എന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ അവസ്ഥ എന്തുണ്ടാക്കും. പിന്നെ ഇതിന്റെ പേര് മാറി, ഇതിന്റെ പേര് പോമിഡിയോറോ എന്നായി. പോമിഡിയോറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ കളേർഡ് ആപ്പിൾ. ഓക്കെ. അത് ആദ്യം ടൊമാറ്റോസ് ഈ റെഡ് കളർ ആയിരുന്നില്ല, യെല്ലോ കളർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരുപാട് ജനറ്റിക് സ്റ്റഡീസും മ്യൂട്ടേഷനൊക്കെ ചെയ്തിട്ടാണ് റെഡ് ടൊമാറ്റോസ് ഉണ്ടായത്. അപ്പൊ ഈ റെഡ് ടൊമാറ്റോസിലുള്ള മെയിൻ ഫൈറ്റോ കെമിക്കൽ എന്താണെന്ന് അറിയോ? ലൈക്കോപ്പീൻ. ഈ ലൈക്കോപ്പീൻ നിങ്ങളുടെ ഹാർട്ടിന് വളരെ നല്ലതാണ്, സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പൊ എല്ലാവരും നല്ലോണം ടൊമാറ്റോസ് യൂസ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ടൊമാറ്റോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് നോക്കിക്കോളാം. വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ. ഒലീവ് ഓയിലാണ് നമ്മളിന്ന് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ നാട്ടിൽ കൂടുതൽ യൂസ് ചെയ്യുക കോക്കനട്ട് ഓയിൽ അല്ലേ. പക്ഷെ ഒലീവ് ഓയിലും വളരെ ഹെൽത്തിയാണ്, ഹാർട്ടിന് വളരെ നല്ല ഒരു ഓയിലാണ്. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പാൻ നല്ലോണം ചൂടാവണം. നല്ലോണം ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റീം പോലെ വരാൻ തുടങ്ങും. അന്നേരം നമ്മൾ വറക്കാനുള്ള സാധനങ്ങൾ ഇടാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് ഗാർലിക് ആണ്. ഗാർലിക്, ഫൈനലി കട്ട് ഗാർലിക് യൂസ് ചെയ്യുന്നുണ്ട്, ഉള്ളി യൂസ് ചെയ്യുന്നുണ്ട്, സവാള പൊടിയായി മുറിച്ചത് യൂസ് ചെയ്യുന്നുണ്ട്, ടൊമാറ്റോ പ്യൂരി. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ പ്യൂരിയാണ്. പിന്നെ കുറച്ച് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എരിവിൻ്റെ പ്രശ്നമില്ല. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി. അപ്പോൾ ആൻറ്റി ആദ്യം ഗാർലിക് ഇടാൻ പോവാണ്. ഓക്കെ. ഗാർലിക് എത്ര വേണ്ടി വരും? ഗാർലിക് ഒരു 1 to 2 tablespoons ഓഫ് ഗാർലിക്. അത്രയും മതി കേട്ടോ. വീട്ടിൽ ചെന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. നല്ലോണം ഒലിവ് ഓയിൽ ഒഴിച്ചു, അത് നല്ലോണം തിളച്ചു, നല്ല തിള വരണം. തിള വന്നപ്പോഴത്തേനും അതിലേക്ക് ഗാർലിക് ഇട്ടിട്ടുണ്ട്. ഗാർലിക് ഒന്ന് ഫ്രൈ ആവുമ്പോൾ അതിലേക്ക് നമ്മൾ അണിയൻസ് ഇടാൻ പോവാം. സവോള പൊടിയായിട്ട് മുറിച്ചിട്ട് സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇതൊന്ന് സോട്ടേ ചെയ്യണം. ഒന്ന് വാടി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഓക്കെ. ഉള്ളി ഏകദേശം വാടി തുടങ്ങി. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ അടുത്തേക്ക് നിന്നാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും അല്ലേ? കാശ്മീരി ചില്ലി പൗഡർ ഇട്ട ഉടനെ തന്നെ നമുക്ക് ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക്. ഈ ടൊമാറ്റോ പ്യൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മാഡം? നമ്മൾ ടൊമാറ്റോ വെറുതെ വെള്ളം തിളപ്പിക്കുക ആദ്യം. വെള്ളം തിളച്ച് വരുമ്പോൾ ടൊമാറ്റോ അതിൻ്റെ കണ്ണിൻ്റെ ഭാഗം ഒന്ന് ചൂന്നെടുത്ത് കളഞ്ഞ് വെള്ളത്തിലിട്ട് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യും. ഓക്കെ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി താനെ അടർന്നു പോകും. അപ്പൊ ആ തൊലി എടുത്ത് മിക്സിയിലിട്ട് അടിക്കുക. ടൊമാറ്റോ പ്യൂരി റെഡി. ഉപ്പിട്ടു. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിളയ്ക്കാൻ തുടങ്ങും ഭയങ്കരമായിട്ട്. ഇതൊന്ന് കുറുകി വരണം. അതുകൊണ്ട് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഇത് അടച്ചു വെക്കാം. ഒന്ന് തിളച്ച് കുറുകിക്കോട്ടെ. ഓക്കെ. ടൊമാറ്റോ പ്യൂരി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അല്ലേ? അതെ, ഒരുവിധം കുറുകി വന്നു. ഓക്കെ. ഇനി നമുക്ക് ഇതിന് കുറച്ചുകൂടി ഒരു റെഡ്നെസ് കൂട്ടാനും, പിന്നെ ടൊമാറ്റോക്ക് നല്ല പുളിയല്ലേ, അപ്പൊ അതിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു. ഓക്കെ. അതിന്റെ പുളി ഒന്ന് കുറച്ച് ചുരുക്കാൻ. ശരി. ഇനി നമ്മൾ ഇതിലോട്ട് ഡ്രൈഡ് ഹെർബ് ബേസിൽ ലീവ്സ് ആണ്. ഡ്രൈഡ് ബേസിൽ ലീവ്സ് ഇച്ചിരി ഇടുക. വളരെ കുറച്ച് മതി അല്ലേ? ഒരു നല്ലൊരു മണവും അതിൻ്റെതായ ഒരു സ്വാദും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി എന്താ ഇടാനുള്ളത്? പെപ്പർ പൗഡർ അല്ലേ? ഇച്ചിരി പെപ്പർ പൗഡർ ഇടാം. അപ്പം നമ്മൾ മുളക് പൊടി ഇട്ടു, ടൊമാറ്റോ സോസ് ഒഴിച്ചു, പെപ്പർ പൗഡർ ഇട്ടു, ബേസിൽ ലീവ്സ് ഇട്ടു, ആവശ്യത്തിന് വേണ്ട സോൾട്ട് ഇട്ടു, എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനിയാണ് ഇതിലെ മെയിൻ ഹീറോ പാസ്ത.
സ്പെഗറ്റി എന്നാണ് ഇതിന്റെ പേര്. ഈ ലോങ് ആയിട്ടുള്ള പാസ്തയുടെ പേര് സ്പെഗറ്റി എന്നാണ്. നമ്മൾ സ്പെഗറ്റി ഇതിലോട്ട് ഇടുകയാണ്. സ്പെഗറ്റി കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പും 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കുക്ക് ചെയ്യുക സ്പെഗറ്റി. അല്ലെങ്കിൽ സ്പെഗറ്റി ഫുൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് കുക്ക് ചെയ്ത ഉടനെ നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഇച്ചിരി കൂടെ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കും. അപ്പൊ നമ്മുടെ മാസ്റ്റർ ഷെഫ് ഇവിടെ നിൽപ്പുണ്ട്, കുട്ടി മാസ്റ്റർ ഷെഫ്. അവന് കൊടുക്കാം. ഫുഡ് നോക്കൂ പ്ലീസ്. ഫുഡ് നോക്ക്. എങ്ങനെയുണ്ട്? രുചി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാപ്പ് ചെയ്യാം. ഇനി ഓരോരുത്തർക്ക് കൊടുക്കൂ ഇത്തിരി ശരി. നമ്മൾ ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ഇടാനുണ്ട്. ചീസ് ഇഷ്ടമാണോ അല്ലേ? ചീസിൽ വളരെ ഹൈ സോഴ്സ് ഓഫ് കാൽഷ്യം ഉണ്ട്. പിന്നെ ഇത് സ്കിന്നിന് സിങ്ക് വളരെ ഹൈ ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പൊ സിങ്കിന്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ചീസ് ഒരു ക്യൂബ് കഴിച്ചാൽ മതി. ഓക്കെ. ഇച്ചിരി ചീസ് നമ്മൾ ഇതിലിടുക. എന്നിട്ട് ബാക്കി നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് മേലെ എതിരി കൊടുക്കാം. ഗാർണിഷ് ചെയ്യാം. വളരെ സൂപ്പർ ആയിട്ടുണ്ട് മാഡം. താങ്ക് യു സോ മച്ച്. ഈ അമ്മമാരറിയാൻ വേണ്ടി കുറച്ച് സംഗതികൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ടൊമാറ്റോസ് നമുക്ക് മാർക്കറ്റിൽ കാണാം 2 ഡിഫറെൻറ്റ് കളർ ടൊമാറ്റോസ്. ഒന്ന് ഡാർക്ക് റെഡ് ടൊമാറ്റോസും കാണാം, ചിലത് ഒരു ഓറഞ്ച് റെഡ് കളറിലും കാണാം. അപ്പോൾ ടൊമാറ്റോസിൽ ബേസിക് ആയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻറ്റ് ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞ ഫൈറ്റോ കെമിക്കലാണ്. അപ്പോൾ ഈ ലൈക്കോപ്പീനിൽ തന്നെ 2 രീതിയിലാണ് 2 ടൊമാറ്റോസിലുള്ളത്. അതിൽ ഓറഞ്ച് കളർ ടൊമാറ്റോസിലുള്ളത് ടെട്രാ സിസ് ലൈക്കോപ്പീനാണ്, റെഡ് ടൊമാറ്റോസിലുള്ളത് ട്രാൻസ് ലൈക്കോപ്പീനാണ്. അപ്പോൾ ഇതിൽ ടെട്രാ സിസ് ലൈക്കോപ്പീനാണ് നമ്മുടെ ബോഡിക്ക് കുറച്ചുകൂടി വേഗം അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും വാങ്ങുമ്പോൾ ഓറഞ്ച് കളർ ടൊമാറ്റോസ് സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ അത് കൊളസ്ട്രോളിൻ്റെ ലെവലിനെ റെഡ്യൂസ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ടോട്ടൽ കൊളസ്ട്രോൾ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മോശം കൊളസ്ട്രോൾ LDL കൊളസ്ട്രോൾ അത് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് ലെവൽസും കൺട്രോൾ ചെയ്യാൻ ടൊമാറ്റോസ് വളരെയധികം യൂസ്ഫുള്ളാണ്. പിന്നെ രക്തസമ്മർദ്ദമുള്ള രോഗികൾക്ക് 1 ഗ്ലാസ് ടൊമാറ്റോ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഹൈപ്പർ ടെൻഷനെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായിക്കും. പിന്നെ ടൊമാറ്റോസിനെ പറ്റിയിട്ട് പൊതുവേ ഒരു തെറ്റായിട്ടുള്ള ധാരണയുണ്ട്. അത് ടൊമാറ്റോസ് അധികം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി സ്റ്റോൺ വരും എന്നൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ടൊമാറ്റോസ് കഴിച്ചതിനെ കൊണ്ട് ആർക്കും കിഡ്നി സ്റ്റോൺ വരില്ല. കിഡ്നി സ്റ്റോൺ വരുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഓക്സാലിക് ആസിഡിൻ്റെ മെറ്റബോളിസത്തിലുള്ള എറർ കാരണമാണ്. അപ്പോൾ ടൊമാറ്റോസ് ധൈര്യമായിട്ട് എല്ലാവരും നല്ലോണം കഴിക്കുക.